ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദ ശങ്കരം ലോകശങ്കരം. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഓം മഹാശ്രീ ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. മംഗളാചരണം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായതേ നമഃ. നമ്മൾ 5-ാം ശ്ലോകമാണ് കണ്ടത്. 5-ാം ശ്ലോകത്തിൽ കാമദേവനെ പറ്റി സാമർത്ഥ്യത്തെപ്പറ്റി പറഞ്ഞു. അതായത് ഭഗവതി പ്രസാദം, മുൻ ശ്ലോകങ്ങളിൽ ഭഗവതി പ്രസാദം കൊണ്ട് കാമദേവന് സിദ്ധിച്ചതായ പ്രാഗൽഭ്യത്തെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സാമർത്ഥ്യാതിശയത്തെ ഒന്നുകൂടി വിവരിക്കുകയാണ് 6-ാം ശ്ലോകത്തിൽ. ശ്ലോകം ചൊല്ലാം. ധനു പൗഷ്പം മൗർവീ മധുകരമയീ പഞ്ചവിശിഖാഃ വസന്തസാമന്തോ മലയമരുദായോ ധനരഥഃ തഥാപ്യേകം സർവം ഹിമഗിരിസുതേ കാമപി കൃപാം അപാംഗാത്തേ ലബ്ധ്വാ ജഗദിദമനംഗോ വിജയതേ. പദച്ഛേദം ചെയ്യാം. ധനുഃ പൗഷ്പം മൗർവീ മധുകരമയീ പഞ്ചവിശിഖാഃ വസന്തഃ സാമന്തഃ മലയമരുത് ആയോധനരഥഃ തഥാ അപ്പി ഏക സർവം ഹിമഗിരിസുതേ കാം അപി കൃപാം അപാംഗാത്തേ ലബ്ധ്വാ ജഗദിദം അനംഗഃ വിജയതേ. പദാർത്ഥം പറയാം. അന്വയം. ഹേ ഹിമഗിരിസുതേ, അതായത് ഹിമഗിരി പറഞ്ഞ ഹിമം മഞ്ഞ്, ഗിരി പറഞ്ഞ പർവ്വതം, അതായത് പർവ്വതരാജൻ്റെ പുത്രിയാണ് പാർവതീദേവി അല്ലെ മഹാദേവി. പാർവതി എന്ന് പേര് വന്നത് തന്നെ പർവ്വതപുത്രി ആയതുകൊണ്ടാണ്. അപ്പോൾ ഹിമഗിരി സുതേ, അല്ലയോ ഹിമാചല നന്ദിനി, യസ്യ യാതൊരു കാമദേവൻ്റെ ധനുഹു, ധനു പറഞ്ഞാൽ വില്ല്, പുഷ്പമാണ്. കാമദേവൻ്റെ വില്ല് പുഷ്പമാണ്. പഞ്ചബാണൻ നമ്മൾ പറയില്ലേ, പുഷ്പമയമാണ്. മൗർവി ഞാണവും മധുരകരമായി വണ്ടിനിരകളാവുന്നു. അപ്പോൾ വില്ലുണ്ടായാലും അതിന് ഞാണുണ്ടാവുമല്ലോ. അപ്പോൾ വണ്ടിനിരകളാണ്. പുഷ്പം ഉള്ളിടത്ത് വണ്ടുകളുണ്ടാവും തേന കുടിക്കാൻ വേണ്ടി അല്ലേ. അപ്പോൾ മധുകരമായി വണ്ടിനിരയാകുന്നു മൗർവി. വിശിഖാഹ ബാണങ്ങളെല്ലാം വണ്ടിനിരകളാണെന്ന്. 5 എണ്ണമുണ്ട്. പഞ്ചബാണനാണ്. വസന്ത ഋതു. നമ്മൾ ഒരു വർഷത്തിൽ നമുക്ക് 6 ഋതുക്കളുണ്ട്, 2 മാസമായിട്ട്. നമ്മൾ ചൂടുകാലം മുതൽ ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം, വസന്തം, ഇങ്ങനെ 6 ഋതുക്കളാണ്. അതിൽ വസന്തത്തിനും ഹേമന്തത്തിനൊക്കെ ചില പ്രത്യേകതകളും ഉണ്ട് ഭാഗവൽ സാമീപ്യത്തിൽ. അപ്പോൾ അങ്ങനെ വസന്ത ഋതു സാമന്തഃ മന്ത്രിയാകുന്നു. ആരുടെ? ഒരു തേരുണ്ട്, ഒരു അങ്ങനെയൊക്കെ ഉണ്ട്. ആർക്ക്? പഞ്ചബാണന്, കാമദേവന്. ആയോധനരഥ യുദ്ധത്തിനായിട്ടുള്ള തേര്
മലയ പർവ്വതത്തിൽ നിന്നുണ്ടാകുന്ന കാറ്റാകുന്നു എന്ന് പറഞ്ഞു. തഥാ അപി അപ്രകാരമാണെങ്കിലും അനംഗഹ സഹ ശരീരരഹിതനായ ആ കാമദേവൻ, എന്തുകൊണ്ടാണ് ശരീരമില്ലാതായി പോയ ത്രിപുരാരി തൃക്കണ്ണുകൊണ്ട് ദഹിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് അനംഗഹ സഹ ശരീരരഹിതനായ ആ കാമദേവൻ ഏകഹ, ശരീരം ഇല്ലാഞ്ഞിട്ടും കൂടി ഏകഹ ഏകാകിയായിട്ട്, അന്യസഹായം കൂടാതെ എന്നല്ല അർത്ഥം, തേ അങ്ങേ നിന്തിരുവടിയെ ദേവിയെ അപാങ്കാത്ത കടാക്ഷ വീക്ഷണത്തിൽ നിന്ന് കാമഭി അനിർവചനീയമായ ഒരു കൃപാം ദയയെ ലബ്ധ്വ ലഭിച്ചിട്ട്, ദേവിയുടെ ദയ ലഭിച്ചിട്ട്, സർവം ഇതം ജഗത് ഈ ലോകമാസകലം, അതായത് ഈശാവാസ്യമിതകം സർവം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകമാസകലം ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ആദ്യ ശ്ലോകമാണത്. വിജയതേ വിശേഷേണ ജയിക്കുന്നു. ഇങ്ങനെ കാമദേവൻ ഇല്ലെങ്കിൽ മുൻ ശ്ലോകത്തിൽ പറഞ്ഞു നമ്മുടെ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥതക്ക് കോട്ടം തട്ടും. അതുകൊണ്ട് വിജയതേ വിശേഷേണ ജയിക്കുന്നു, അതായത് സർവോത്കൃഷ്ടമാകും വണ്ണം ജയിക്കുന്നു എന്ന് താല്പര്യം. നമ്മൾക്ക് സാരം പറയാം. അല്ലയോ ഹിമാചലപുത്രിയായ മഹേശ്വരി, അതായത് ഹിമാദേവൻ്റെ ഹിമാലയ പർവ്വതത്തിൻ്റെ പുത്രിയാണ് ഭഗവതി. യാതൊരു കാമദേവൻ്റെ വില്ല് പുഷ്പമയമാകുന്നു, കാമദേവൻ്റെ വില്ല് പുഷ്പമയമാകുന്നു, ഞാണ് വണ്ടിൻ നിരയാകുന്നു, ശരങ്ങൾ 5 മാത്രമാകുന്നു. അതായത് ശരങ്ങളുണ്ട്, അത് 5ആണ്. പഞ്ചബാണനാന്ന്, കുസുമാകാരനാന്ന് എന്നെല്ലാം പറയും കാമദേവനെ. മന്ത്രി വസന്ത ഋതുവാണ്. യുദ്ധത്തിനുള്ള തേര് തെക്കൻ കാറ്റാകുന്നു, മലയജൻ എന്ന് പറഞ്ഞു മുമ്പ്. അങ്ങനെ എല്ലാമാണെങ്കിലും ദേഹഹീനനായ അദ്ദേഹം, ഇതൊക്കെ ഉണ്ടായാലും ദേഹമില്ലല്ലോ, അതുകൊണ്ട് ദേഹഹീനനായ അദ്ദേഹം ഏകാകിയായിട്ട് തന്നെ നിന്തിരുവടിയുടെ കടാക്ഷ വീക്ഷണത്തിൽ നിന്ന് അനിർവചനീയമായ ഒരു കരുണയെ ലഭിച്ചിട്ട്, ദേവിയെ പ്രാർത്ഥിച്ച് പൂജിച്ച് കഴിഞ്ഞാൽ ഭഗവതിയുടെ ദയ കാരണം, കരുണ കാരണം നമ്മൾക്ക് ഭഗവതി അനുഗ്രഹിക്കും നമ്മളെ. അപ്പോൾ അതുപോലെ കാമദേവനെയും അനുഗ്രഹിച്ചു, കരുണയെ ലഭിച്ചിട്ട് ഈ ലോകമാസകലം സർവോത്കർഷേണ ജയിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ ലോകമാസകലം സർവോത്കർഷേണ ജയിക്കുന്നു, അതായത് കാമദേവൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിൻ്റെ ആവാസ വ്യവസ്ഥിതി ഉണ്ടാവുകയുള്ളൂ എന്ന് താല്പര്യം. അപ്പോൾ ഈ കാമദേവൻ ആരാ? നമ്മുടെ വടക്കൻ കേരളത്തിൽ, നമ്മുടെ ഒക്കെ നാട്ടിൽ മീനമാസത്തെ പൂരോത്സവം ഉണ്ടല്ലോ, ദേവീക്ഷേത്രത്തിലാണ് അത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പൂരോത്സവത്തിന് 9 ദിവസം കാമനെ കുത്തും. അതായത് ചെറിയ പെൺകുട്ടികളാണ്, വീട്ടിലുള്ള ചെറിയ പെൺകുട്ടികളാണ്, ചെറിയെന്ന് പറഞ്ഞാൽ നന്ന ചെറുതെന്നല്ല, ചെറുതായാലും കുഴപ്പമില്ല, കുട്ടികളാണ് കാമനെ കുത്തുക. ചാണകം കൊണ്ടോ മണ്ണ് കൊണ്ടോ കാമനെ ഉണ്ടാക്കി ഒരു ഉരുള പോലെ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ഈർക്കിളിയുടെ മുകളിൽ കുറച്ച് പുഷ്പങ്ങളൊക്കെ കുത്തി അതിൻ്റെ മുകളിൽ കുത്തും. അങ്ങനെ 9 ദിവസം പൂരം ദിവസം കാമനെ നിവേദ്യമൊക്കെ വെച്ച് ഉപ്പിടാതെ അടയൊക്കെ ഉണ്ടാക്കി വെച്ചു, നിവേദ്യമൊക്കെ വെച്ച് നന്നായി അലങ്കരിച്ച് മാലയൊക്കെ ഇട്ട് എല്ലാ കാമദേവനും എല്ലാവരും പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നേരത്തെ കാലത്തെ വന്നോളൂ കാമാ, വരണേ കാമാ എന്ന് എല്ലാവരും ആർപ്പ് വിളിച്ച് പറയും. എന്നിട്ട് രാത്രിയാകുമ്പോൾ എല്ലാ കാമനെയും എടുത്ത് ഒരു മരച്ചുവട്ടിൽ, അതായത് ഇത് പ്ലാവിൻ്റെ ചുവട്ടിലൊക്കെയാണ് കൊണ്ടുവെക്കാറ് പതിവ്. അപ്പോൾ അവിടെ കൊണ്ടുവച്ച് 3 ചുറ്റി മുറത്തിൽ കൊണ്ടുപോകണം. എല്ലാം എടുത്ത് അവിടെ കൊണ്ടുപോയി അവിടെ വെച്ച് പിന്നെ കാമന് വെള്ളവും കാര്യവും എല്ലാം കൊടുത്ത് അവിടെ വെക്കും. അത് മഴക്കാലം വന്ന് ആ വർഷത്തെ പൂര ഉത്സവം അവസാനിച്ചു അന്ന് രാത്രിയോടെ. അപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ അതെല്ലാം ലയിച്ച് മണ്ണിൽ തന്നെ ചേരും. നമ്മൾ ഓണത്തിന് തൃക്കാക്കരയപ്പനെ വെച്ചാൽ, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ തൃക്കാക്കരയപ്പനെ വെച്ചാൽ ഏതെങ്കിലും വൃക്ഷ ചുവട്ടിൽ കൊണ്ടുവച്ചാൽ അത് മഴ വരുമ്പോൾ മണ്ണോട് ചേരും, അലിഞ്ഞ് ഇല്ലാതാവും ആ വർഷത്തത്. നമ്മൾ ഗണപതിനെയൊക്കെ വെള്ളത്തിൽ നിമഞ്ജനം ചെയ്യുന്നില്ലേ, അതേപോലെ. അപ്പോൾ അത് പൊള്യൂഷൻ ആവുന്നില്ല. കാരണം എന്താ? അത് മണ്ണ് അലിഞ്ഞിട്ട് അവിടെ ചേരുക ചെയ്യുന്നത്. പിന്നെ കുറച്ച് കളറും കാര്യങ്ങളിലാണ് എന്തെങ്കിലും പൊല്യൂഷൻ ഉണ്ടാക്കുക.
എന്നാലും ഇങ്ങനെയാണ് കാമനെ കുത്തി കാമൻ വരുന്നതും കാമനെ അയക്കുന്നതും. പിന്നെ അടുത്ത വർഷത്തേക്ക് വിളിക്കും. നേരത്തെ കാലത്തെ വന്നോളൂ കാമാന്ന് പറഞ്ഞിട്ട് വിളിക്കും. കാരണം അങ്ങനെ വടക്കൻ കേരളത്തിൽ അങ്ങനെ ഒരു ഉത്സവം എല്ലാ വർഷവും നടന്നു വരുന്നുണ്ട്. അതാണ് കാമൻ്റെ നമ്മൾക്ക് അറിയുന്ന, നമ്മുടെ കുട്ടിക്കാലത്തെ അറിഞ്ഞു വന്ന ഒരു രീതി, ഒരു പുരാണ പ്രസിദ്ധമായ ഒരു പൂരോത്സവം എന്ന് പറയാം. അപ്പോൾ നമ്മൾ 6ാമത്തെ ശ്ലോകം കണ്ടു. ശ്ലോകം ഒന്നുകൂടി വായിക്കാം. ധനു പൗഷ്പം മൗർവീ മധുകരമയീ പഞ്ചവിശിഖ വസന്തസാമന്തോ മലയമരുദായോ ധനരഥഃ തഥാപ്യേകഃ സർവം ഹിമഗിരിസുതേ കാമഭികൃപാം അപാംഗത്തെ ലബ്ധ്വാ ജഗദിദമനംഗോ വിജയതേ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൻ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.